ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് നോക്കുന്നത് ഊപ്സ് കോൺസെപ്റ്റിൻ്റെ തന്നെ പോളിമോർഫിസത്തിൻ്റെ ഡീറ്റെയിൽഡ് കണ്ടന്റുകളാണ്. അതായത് എക്സാമിൽ ചോദിക്കുന്ന പോളിമോർഫിസം ഭാഗങ്ങളാണ് ഡീറ്റെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പോളിമോർഫിസം എന്താണെന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ കണ്ടന്റ് തന്നെ ഡിഫറെൻറ്റ് ഫോമിൽ അവതരിപ്പിക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് പോളിമോർഫിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊപ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലേഴ്സിൽ 4 പില്ലറുകളിൽ ഒന്നാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഒരേ ഒബ്ജക്റ്റിനെ തന്നെ ഡിഫറെൻറ്റ് ഫോമിൽ അല്ലെങ്കിൽ ഒരേ ക്ലാസ്സിനെ തന്നെ ഡിഫറെൻറ്റ് ഫോമിൽ അവതരിപ്പിക്കാനുള്ള എബിലിറ്റിനെയാണ് പോളിമോർഫിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പോളിമോർഫിസം എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നോക്കുന്നത്. പോളി മീൻസ് മെനി. പോളി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മെനി, ധാരാളം എന്നുള്ളതാണ്. മോർഫ് മീൻസ് ഷേപ്പ്, അപ്പോൾ ധാരാളം ഷേപ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പം അങ്ങനെയാണ് പോളിമോർഫിസം എന്നുള്ള ആ ഒരു വാക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ ഡിഫറെൻറ്റ് ഫോം. വിവിധ ഫോമുകളിൽ അവതരിപ്പിക്കാനുള്ള കഴിവാണ്. എന്തിനെ? ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഡിഫറെൻറ്റ് ഫോമിൽ അവതരിപ്പിക്കാനുള്ള കഴിവിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റീഡിഫൈൻഡ് മെത്തേഡ് ഫോർ ഡിറൈവ്ഡ് ക്ലാസ്സസ്. ജാവാസ്ക്രിപ്റ്റ് പഠിച്ച സമയത്ത് ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൺവേർഷൻ മെത്തേഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഡിറൈവ്ഡ് ക്ലാസ്സിന് കൊടുക്കാൻ കഴിയുന്ന, റീഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന മെത്തേഡ്സിൻ്റെ എബിലിറ്റി എന്നും കൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റീഡിഫൈൻ മെത്തേഡ് ഫോർ ഡിറൈവ്ഡ് ക്ലാസ്സസ്. മെത്തേഡ്സ് റീഡിഫൈൻ ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റിനെയാണ് പോളിമോർഫിസം എന്നും നമുക്ക് പറയാം. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോളിമോർഫിസം എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഹൗ മെനി ടൈപ്പ് പോളിമോർഫിസം ആർ പ്രസന്റ് ഇൻ C++ എന്ന് ചോദിക്കും. ഓക്കെ, ഹൗ മെനി ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഇസ് പ്രസന്റ് ഇൻ C++ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 2 എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ 2 തരത്തിൽ പറയും. ഒന്ന് റൺ ടൈം അല്ലെങ്കിൽ കമ്പൈൽ ടൈം എന്ന് പറയാറുണ്ട്. റൺ ടൈം പോളിമോർഫിസം അല്ലെങ്കിൽ കമ്പൈൽ ടൈം പോളിമോർഫിസം, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ പോളിമോർഫിസത്തിനെ പ്രധാനമായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റൺ ടൈം ആൻഡ് കമ്പൈൽ ടൈം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഓവർ റൈഡിങ്, അതുപോലെ തന്നെ ഓവർലോഡിങ്, ഇങ്ങനെയും ക്ലാസിഫിക്കേഷനിൽ ഡിഫറെൻറ്റ് ബുക്കുകൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ റൺ ടൈം പോളിമോർഫിസം അല്ലെങ്കിൽ കമ്പൈൽ ടൈം പോളിമോർഫിസം, ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി റൺ ടൈം പോളിമോർഫിസം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ട പ്രധാന പോയിന്റുകളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. വിർച്വൽ ഫംഗ്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൺ ടൈം പോളിമോർഫിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യാണ്. അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എബിലിറ്റി റീഡിഫൈൻ ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റൺ ടൈം പോളിമോർഫിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന് ഒരേ നെയിമുള്ള ഫംഗ്ഷൻ പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് റൺ ടൈം പോളിമോർഫിസത്തിന്റെ ഭാഗമാണ്. ഇനി കമ്പൈൽ ടൈമിൽ വരുവാണെങ്കിൽ, കമ്പൈൽ ടൈം പോളിമോർഫിസിലാണെങ്കിൽ അവിടെയും 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും. മെത്തേഡ് ഓവർലോഡിങ്, അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ്. അതായത് ഓൾറെഡി C++നകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പറേറ്ററിന് പുതിയ ഡെഫിനിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? ഒരേ ഫംഗ്ഷൻ തന്നെ പല, ഇപ്പോൾ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ ട്രയാങ്കിളിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഒക്കെ ഏരിയ കാണാനായിട്ട് ഉപയോഗിക്കുന്നത് പോലെ, ഡിഫറെൻറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നത് പോലെയാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. മറ്റേത് ഓപ്പറേറ്ററിന് പുതിയ ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് ഓപ്പറേറ്റർ ഓവർ ലോഡിങ്. അപ്പോൾ ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്നുള്ളത് റൺ ടൈമിൻ്റെ സൈഡിലാണെന്ന് ഓർക്കണം. വിർച്വൽ ഫംഗ്ഷനും റൺ ടൈമിൻ്റെ സൈഡിലാണെന്ന് ഓർക്കണം. മെത്തേഡ് ഓവർലോഡിങ്, അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത് കമ്പൈൽ ടൈമിന്റെ സൈഡിലാണ് എന്ന് ഓർക്കണം. ഇനി ഓരോന്ന് എന്താണെന്ന് പഠിക്കുകയാണ്. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് കോൾഡ് അറ്റ് ദ ടൈം ഓഫ് പ്രോഗ്രാം കമ്പൈലേഷൻ. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലർ തന്നെ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നതാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. So it is an ability of a compiler to relate or bind a function call with the function definition during compilation itself. അതായത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത്
ഫംഗ്ഷൻ ഡെഫിനിഷൻ എത്തുമ്പോൾ തന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള ഒക്കെ ആ ഒരു കമ്പൈലറിന്റെ എബിലിറ്റിനെ നമുക്ക് കമ്പൈൽ ടൈം പോളിമോർഫിസത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. സോ ഫംഗ്ഷൻ ഈസ് കോൾഡ് അറ്റ് ദി ടൈം ഓഫ് പ്രോഗ്രാം കമ്പൈലേഷൻ എന്നുള്ളത് ഓർക്കുക. നമുക്ക് C++നെ സംബന്ധിച്ചിടത്തോളം കമ്പൈലേഷനും ഉണ്ട്, റണ്ണിങ്ങും ഉണ്ട്, എക്സിക്യൂഷനും ഉണ്ട്. കമ്പൈൽ ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ കമ്പൈലിങ്ങിന്റെ ടൈമിൽ തന്നെ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ കമ്പൈലർ എന്ത് ചെയ്യാണ്, കോൾ ചെയ്യാണ്. അതുകൊണ്ടാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സ്റ്റാറ്റിക് പോളിമോർഫിസം അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ് എന്ന് പറയും. അതർ നെയിംസ് ആണ്, പഠിച്ചു വെക്കണം. കമ്പൈൽ ടൈം പോളിമോർഫിസത്തിനെ നമ്മൾ സ്റ്റാറ്റിക് പോളിമോർഫിസം അല്ലാന്നുണ്ടെങ്കിൽ ഏർലി ബൈൻഡിങ് എന്ന് പറയും. ഓക്കെ, അടുത്തതാണ് റൺ ടൈം പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസത്തിൽ അറ്റ് ദ ടൈം ഓഫ് എക്സിക്യൂഷൻ ആണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. സോ ഫംഗ്ഷൻസ് ആർ കോൾഡ് അറ്റ് ടൈം ഓഫ് എക്സിക്യൂഷൻ. പോയിന്റർ അതുപോലെ ഇൻഹെറിറ്റൻസ് കോൺസെപ്റ്റ് ഒക്കെ ഈ റൺ ടൈം പോളിമോർഫിസത്തിലെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പോയിന്റർ ആൻഡ് ഇൻഹെറിറ്റൻസ് കോൺസെപ്റ്റ് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൺ ടൈം പോളിമോർഫിസത്തിലാണ് എന്നുള്ളത് ഓർക്കുക. അതർ നെയിം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ അതർ നെയിം എന്ന് പറയുന്നത് ഡൈനാമിക് ബൈൻഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് പോളിമോർഫിസം, ലേറ്റ് ബൈൻഡിങ്. ഡൈനാമിക് ബൈൻഡിങ് മോസ്റ്റ് കോമൺലി അല്ല, ഡൈനാമിക് പോളിമോർഫിസം അതുപോലെ തന്നെ ലേറ്റ് ബൈൻഡിങ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ രണ്ട് തരത്തിലുള്ള പോളിമോർഫിസം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, റൺ ടൈം അതുപോലെ തന്നെ കമ്പൈൽ ടൈം. പക്ഷെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഓവർ റൈഡിങ്, ആ ഒരു ടേം ഓർത്തിരിക്കണം. ഫംഗ്ഷൻ ഓവർ റൈഡിങ്, അതുപോലെ കമ്പൈലിന്റെ ഭാഗത്ത് വരുന്ന ഓപ്പറേറ്റർ ഓവർ ലോഡിങ്. ഈ രണ്ടെണ്ണമാണ് നമ്മൾ മെയിൻ ആയിട്ടും പറയുക ഇതിനകത്ത്. റൺ ടൈം പോളിമോർഫിസത്തിന്റെ അതർ നെയിംസ് ആണ് ഡൈനാമിക് പോളിമോർഫിസം, ലേറ്റ് ബൈൻഡിങ് ഒക്കെ. കമ്പൈലിന്റെ ആണെന്നുണ്ടെങ്കിൽ ഏർലി ബൈൻഡിങ് അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റിക് എന്നുള്ളതൊക്കെയാണ് അതർ നെയിംസ് വരിക. ഫംഗ്ഷൻ, ഒരേ ഫംഗ്ഷൻ തന്നെ, ഫംഗ്ഷൻ വിത്ത് സെയിം നെയിം ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡിഫറെന്റ് പർപ്പസ്. ഒരേ പേരിലുള്ള ഫംഗ്ഷൻ തന്നെ ഡിഫറെന്റ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഓവർ റൈഡിങ് എന്ന് തന്നെ പഠിക്കണം. മറ്റതാണെങ്കിൽ ഓൾറെഡി C++നകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പറേറ്ററിന് ന്യൂ മീനിങ്ങുകൾ, പുതിയ ഡെഫിനിഷൻസ് കൊടുക്കുന്നതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. രണ്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് പോളിമോർഫിസം എന്ന് പറയുന്ന ഒരു കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. കൃത്യമായിട്ട് നോക്കുക. നമ്മൾ 3 ക്ലാസ്സുകളിലായിട്ടാണ് ഊപ്സിന്റെ കോൺസെപ്റ്റുകൾ പറയുന്നത്. അത് നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ മാക്സിമം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.